പാടം തോടും ഒന്നായി ഗൈസ്, പാടം തോടും ഒന്നായി. കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയേണ്ടത് കണ്ടങ്ങൾ. നമ്മളെ പാടം മൊത്തത്തിൽ വെള്ളം ഇതാക്കണേ, കാണാൻ ആൾക്കാരും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വഴിയാണ് കേട്ടോ. നമ്മളെ പഴയ വീഡിയോ ഒക്കെ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഇത് വഴിയാണ്, ഇത് വേറെ വഴിയാണ്. ഒക്കെ മൂടിയിട്ടുണ്ട്, മൊത്തത്തിൽ മൂടിയിട്ടുണ്ട് കണ്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നമ്മളെ വീട്ടിലേക്ക് വന്നതാണ്. നമ്മളെ നാടിൻ്റെ പ്രത്യേകത അറിയാലോ, കാണിച്ചു തരാം. ഇതാണ് നമ്മളെ നാട് ഗൈസ്. ഇവിടെ തേക്കുന്നത് ഇതാണ് നമ്മളെ നാട്. ഇവിടെ തേക്കിപ്പോയി ഗൈസ്. ഇവിടുന്ന് നേരെ ഇങ്ങനെ നോക്കിയാൽ നമ്മളെ പാടവും തോടും ഒന്നായി കഴിഞ്ഞു ഗൈസ്. ഇവിടെ തേക്കിപ്പോണ്. ഞാൻ ഇതിലൂടെ ക്യാമറ നോക്കിയാണ് പോയതായിരുന്നു, തേക്കിപ്പോയി. ഗൈസ് നമ്മുടെ നാട്, നമ്മുടെ നാട്. ഇത് ഇത്രക്കൊക്കെ കയറിയിരിക്കണല്ലേ, ഇതിലേറെ കയറിയുന്നത്. ഇതേണ്ട ഇത്രക്കൊക്കെ കയറിയിരിക്കണം കേട്ടാ. പാടം തോടും ഒന്നായി ഗൈസ്, പാടം തോടും ഒന്നായി. ഇതിഞ്ഞിപ്പോ കുറച്ച് കഴിഞ്ഞാൽ പമ്പേഴ്സ്, അതേപോലെ തേങ്ങ മാങ്ങ ഉള്ള എല്ലാ സാധനങ്ങളും കൂടിനി. കണ്ടാ ഇവിടെ ഉറു പൊട്ടുന്നുണ്ടോ? കണ്ട 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 കാണുന്നുണ്ടോ? നദി കൂടി വരുന്നു, ഉറു പൊട്ടുന്നു. ഈ വെള്ളം ഇതിലൂടെ വന്നുകൊണ്ട് ഒഴുകി ഇപ്പുറത്തേക്ക് ഇതിലൂടെ ഒഴുകി പോകുന്നു. ഒരു കാര്യം ഞാൻ വേറെ കാണിച്ചു തരാം. കണ്ട ഇവിടെ ഇതിലേറെ കുറച്ചും കൂടി അടിയിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അടിയിലുണ്ട്. ഇതിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പോയിക്കണം കേട്ടോ. ആകെ ഇങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ലെവലിനനുസരിച്ച് ഇവിടെ കൂടിയിട്ടുണ്ട്. ഇനിയാണ് അടുത്തത് വെള്ളച്ചാട്ടം. നമ്മളിങ്ങനെ നേരെ തോടിലേക്ക്, നമ്മളെ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ ഇതിലൂടെയൊക്കെ നടന്ന് പോയിട്ട് അപ്പുറം തോടൊക്കെ കാണുന്നത്. പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഭാഗമാണ് നമ്മൾ നടന്ന് പോകുന്ന ആ വഴിയാണിത്. മൊത്തത്തിൽ നിറഞ്ഞൊഴുകിയിരിക്കണം. കണ്ടാ ഇന്നലത്തെ മഴയിൽ നിറഞ്ഞൊഴുകിയിരിക്കണം. ഇവിടെ ഇതൊക്കെ വഴിയാണ്, ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഇതിലൂടെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. നമുക്ക് ഇങ്ങനെ നേരായിട്ട് പോകാൻ പറ്റും. ആ ഭാഗങ്ങളാണ് ഇത് മൊത്തമായിട്ട് ഇവിടെ വെള്ളം നിറഞ്ഞൊഴുകിയിരിക്കണം. കണ്ടാ ഇത്രക്ക് നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കടക്കാൻ പറ്റും, പക്ഷേ കടക്കേണ്ട ഡേഞ്ചറാണ്. എന്താ വെച്ചാൽ ഇവിടെ സ്ലിപ്പാവും. സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് അതിൻ്റെ ഒപ്പം പോകും. ഇവിടെ കല്ലുകളും അതൊക്കെയാണ്. നമുക്ക് ഇതിലൂടെ ഒരു ഗസ് ചെയ്ത് കണ്ടൊക്കെ പോകാൻ പറ്റും, പക്ഷേ ഈ ഡ്രസ്സ് നനയും, പിന്നെ കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, അപ്പുറത്ത് കടക്കാൻ പറ്റില്ല. ഇവിടെ പോരെ കുണുങ്ങി വരുന്നത്, കുണുങ്ങി അന്നെ കൂട്ടയച്ചപ്പത്തിന് വീഡിയോ എടുക്കാൻ നിന്നല്ലേ. ബാ ഞാൻ ഉന്തിടും, വെറുതെ അതിന് നിൽക്കണ്ട. സമ്മാസ ഇങ്ങോട്ട് വാ അങ്ങനെ അങ്ങോട്ട് പോലെ. ആഹാ എന്താ ഭംഗി. പണ്ട് ഇവിടെ വല കെട്ടിന്നിട്ട് ഇപ്പം മീനുകൾ ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരം വല ഒന്നും ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ എല്ലാവരും വന്നുകൊണ്ട് വല ഇടലും പരിപാടികളായിരിക്കും. ഇവിടെ നല്ല രസമാണ്. പിന്നെ വീടിൻ്റെ അടുക്കൊന്നും അങ്ങനെ ആയിട്ട് കയറിയിട്ടില്ല ഇതുവരെ, കയറാതിരിക്കട്ടെ, അതാണ് പറയാനുള്ളത്. പിന്നെ ഞങ്ങളെ കുളം കണ്ടിട്ടില്ലല്ലോ, അടിപൊളി. അത് ഞാൻ കാണിച്ചുതരാം, ഞാൻ പോകുമ്പോൾ കാണിച്ചുതരാം. അപ്പോൾ നമ്മളെ കുളം ഞാൻ കാണിച്ചേരേ. കുളം കണ്ടാ എന്തല്ല ബ്യൂട്ടിഫുൾ കുളം കണ്ടാ. നമ്മളവിടുത്തെ കുളമാണത്, നല്ല തെളിഞ്ഞ വെള്ളം. ഇതൊക്കെ ഇവിടെ നിറഞ്ഞ് ഒഴുകിക്കണം കേട്ടോ. മൊത്തമായിട്ട് ഇതൊക്കെ ഉണ്ടായി, തോട്ടമൊക്കെ ഉണ്ടാ. ഇവിടേക്കൊക്കെ വെള്ളം കയറി. ഇതിലാറ് ഉണ്ടായിരുന്നു, കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുണ്ടാ ഇതും കയറിയിരിക്കുന്നത്. ഇത് ചാടാനൊക്കെ പറ്റും, പക്ഷേ എനിക്ക് ജലദോഷം കാര്യങ്ങൾ ആയതുകൊണ്ട് എനിക്കിപ്പോൾ ചാടാൻ പറ്റില്ല. അത്